കേരളമെന്നും അഭിമാനിച്ചിരുന്നത് അതിന്റെ സവിശേഷമായ മതേതര സ്വഭാവത്തിലാണ്. എന്നാൽ അടുത്ത കാലത്തായി ഉയർന്നുവരുന്ന ചില പ്രസ്താവനകളും സാമുദായിക ധ്രുവീകരണത്തിനുള്ള ശ്രമങ്ങളും ഈ മതേതര ബോധത്തിന് പോറലേൽപ്പിക്കുന്നുണ്ടോ എന്ന ഗൗരവകരമായ ചർച്ചയിലാണ് പൊതുസമൂഹം. ഇതിൽ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വിവാദ പരാമർശങ്ങളും. അതിന് മറുപടി എന്നോണം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നടത്തിയ പ്രസംഗവും. മർക്കസ് 48ാം വാർഷിക സമ്മേളനത്തിൽ കാന്തപുരം നടത്തിയ പ്രസ്താവന കേവലം ഒരു സമുദായ നേതാവിന്റെ പ്രതികരണം എന്നതിലുപരി കേരളത്തിലെ സാമൂഹിക നീതിയെക്കുറിച്ചുള്ള കൃത്യമായ നിലപാടാണ്. കാന്തപുരത്തിന്റെ നിലപാട് കേരളത്തിലെ മുസ്ലിം സമൂഹം സർക്കാരിൽ നിന്നും എന്തെങ്കിലും തരത്തിലുള്ള അനർഹമായ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നുവെന്ന പ്രചാരണം കുറച്ചുകാലമായി ചില കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് എന്നതായിരുന്നു. ഇതിനെതിരെ ശക്തമായ ഭാഷയിലാണ് കാന്തപുരം പ്രതികരിച്ചത്. മുസ്ലിങ്ങൾ സർക്കാരിൽ നിന്നും അനർഹമായ ഒന്നും നേടിയിട്ടില്ലെന്നും മറ്റൊരു സമൂഹത്തിന്റെ അവകാശങ്ങൾ കവർന്നെടുത്തിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുമ്പോൾ അത് സമുദായത്തിനകത്തുള്ള ആത്മവിശ്വാസത്തെയും പുറത്തുള്ള തെറ്റിദ്ധാരണകളെയും അഭിസംബോധന ചെയ്യുന്നുണ്ട്. വികസനത്തിന്റെ അടിസ്ഥാനം സ്വസ്ഥമായ സാമൂഹിക അന്തരീക്ഷമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഒരു ജനവിഭാഗം മറ്റൊരു ജനവിഭാഗത്തെ സംശയത്തോടെ നോക്കുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നത് വിനാശകരമാണ്. ജനാധിപത്യ മതേതര സമൂഹം ഇത്തരം വിഭാഗീയ പ്രചാരണങ്ങളെ തള്ളിക്കളയണമെന്ന അദ്ദേഹത്തിന്റെ ആഹ്വാനം രാഷ്ട്രീയ പാർട്ടികൾക്കും സാംസ്കാരിക പ്രവർത്തകർക്കും ഒരേപോലെ ബാധകമാണ്. സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യമാണ് കേരളത്തിന്റെ കരുത്ത്. അത് തകർക്കാനുള്ള നീക്കങ്ങൾ നാടിന്റെ വികസനത്തെ പിന്നോട്ടടിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. SNDP യോഗം മുഖപത്രമായ യോഗനാഥത്തിൽ വെള്ളാപ്പള്ളി നടേശൻ എഴുതിയ ലേഖനമാണ് ചർച്ചകൾക്ക് തിരികൊളുത്തിയത്. മതന്യൂനപക്ഷങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനം മൂലം ഭൂരിപക്ഷ ജനവിഭാഗം സംസ്ഥാനത്ത് വലിയ തോതിൽ അവഗണിക്കപ്പെടുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ വാദം. ഇതിന് പരിഹാരമായി NSSഉം SNDPയും കൈകോർക്കണമെന്നും ഹൈന്ദവ ഐക്യം അനിവാര്യമാണെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നുണ്ട്. വെള്ളാപ്പള്ളിയുടെ വാക്കുകളിൽ പ്രകടമായത് കാലങ്ങളായുള്ള ഒരു പരാതിയാണ്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ ന്യൂനപക്ഷ പാർട്ടികൾ വിലപേശൽ നടത്തുകയും അതുവഴി ഭൂരിപക്ഷ സമുദായത്തിന്റെ ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുകയും ചെയ്യുന്നുവെന്നതാണ് അദ്ദേഹത്തിന്റെ ആരോപണത്തിന്റെ കാതൽ. മനുഷ്യന്റെ വേദനയും സന്തോഷവും ഒന്നാണെന്ന തിരിച്ചറിവ് പലർക്കും ഇല്ല എന്ന് പറയുന്ന വെള്ളാപ്പള്ളി ഭൂരിപക്ഷ വിഭാഗം ഒറ്റപ്പെട്ടു പോയെന്ന വികാരമാണ് പങ്കുവെക്കുന്നത്. സമുദായത്തിനകത്തെ കുലംകുത്തികളെ വിമർശിക്കാനും അദ്ദേഹം മറന്നില്ല. ഇവിടെ ഉയരുന്ന പ്രധാന ചോദ്യം വെള്ളാപ്പള്ളി ആരോപിക്കുന്നത് പോലെ ഒരു വിഭാഗം അവഗണിക്കപ്പെടുന്നുണ്ടോ എന്നതാണ്. കേരളത്തിലെ ഉദ്യോഗസ്ഥ മേഖലയിലോ സാമ്പത്തിക മേഖലയിലോ ഉള്ള പ്രാതിനിധ്യം പരിശോധിച്ചാൽ വസ്തുതകൾ പലപ്പോഴും ഇത്തരം വൈകാരിക പ്രസ്താവനകൾക്ക് വിരുദ്ധമായിരിക്കാം. എന്നാൽ രാഷ്ട്രീയമായ സ്വാധീനം ഉപയോഗിച്ച് ചില പ്രത്യേക താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുവെന്ന തോന്നൽ ഭൂരിപക്ഷ സമുദായത്തിലെ ഒരു വിഭാഗത്തിൽ ഉണ്ടാക്കാൻ ഇത്തരം പ്രചാരണങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. കാന്തപുരത്തിന്റെ മറുപടി ഈ സാഹചര്യത്തിലാണ് പ്രസക്തമാകുന്നത്. ഭരണഘടനാപരമായ അവകാശങ്ങൾ ഉപയോഗപ്പെടുത്തിയും വിദ്യാഭ്യാസപരമായ മുന്നേറ്റത്തിലൂടെ ഒരു സമൂഹം നേടിയെടുക്കുന്ന പുരോഗതിയെ അനർഹമായ നേട്ടമെന്ന് മുദ്രകുത്തുന്നത് അപകടകരമാണ്. മുസ്ലിം സമുദായത്തിന്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ ശുപാർശ ചെയ്ത സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടും പാലോളി കമ്മിറ്റി റിപ്പോർട്ടും ചൂണ്ടിക്കാണിക്കുന്നത് ഇനിയും നികത്തപ്പെടാത്ത വലിയ വിടവുകളെ കുറിച്ചാണ്. NSSഉം SNDPയും തമ്മിലുള്ള ഐക്യം മുൻപും പലതവണ പരീക്ഷിക്കപ്പെട്ടിട്ടുള്ളതാണ്. എന്നാൽ ശരി ദൂരവും സമദൂരവും ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയ നിലപാടുകൾക്കിടയിൽ പലപ്പോഴും ഈ ഐക്യം വഴിമുട്ടിപ്പോകാറുണ്ട്. ഇപ്പോൾ വീണ്ടും ഇത്തരം ചർച്ചകൾ ഉയരുന്നത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളെ മുന്നിൽ കണ്ടുകൊണ്ടാണെന്ന വിലയിരുത്തലുമുണ്ട്. ഭൂരിപക്ഷ ജനവിഭാഗത്തെ ഒരു കുടക്കീഴിൽ അണിനിരത്തി രാഷ്ട്രീയ വിലപേശൽ നടത്താനുള്ള നീക്കം ജനാധിപത്യപരമായ അവകാശമായി കാണാമെങ്കിലും അത് മറ്റു വിഭാഗങ്ങളെ അധിക്ഷേപിച്ചുകൊണ്ടോ അവരുടെ അവകാശങ്ങളെ കുറച്ചു കണ്ടുകൊണ്ടോ ആകരുത് എന്ന നിലപാടാണ് കാന്തപുരം മുന്നോട്ട് വയ്ക്കുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം വർഗീയ ധ്രുവീകരണം ഡിജിറ്റൽ ഇടങ്ങളിൽ സജീവമാണ്. സാമൂഹിക മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്ന വ്യാജമായ കണക്കുകളും വിദ്വേഷ പ്രസംഗങ്ങളും സാധാരണക്കാരുടെ ഇടയിൽ ഭിന്നിപ്പിക്കുന്നുമുണ്ട്. ഒരു വശത്ത് ഹിന്ദു ഐക്യത്തിനായുള്ള മുറവിളികളും മറുവശത്ത് അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ന്യൂനപക്ഷത്തിന്റെ പോരാട്ടങ്ങളും നടക്കുമ്പോൾ ഇടയിലുള്ള മനുഷ്യർ വിസ്മരിക്കപ്പെടുന്നുണ്ട്. ജാതിയും മതവും പറഞ്ഞ് പോരാടുന്നത് സമൂഹത്തെ അധോഗതിയിലേക്ക് നയിക്കുമെന്നും വെള്ളാപ്പള്ളി തന്നെ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന പരിഹാരം മറ്റൊരു തരത്തിലുള്ള ചേരിതിരിവാണോ എന്ന സംശയം പലരും ഉയർത്തുന്നുണ്ട്. കാന്തപുരമാകട്ടെ വികസനത്തിന് വേണ്ടത് വിഭാഗീയതയല്ല മറിച്ച് പരസ്പര വിശ്വാസമാണെന്ന് ഉറപ്പിച്ചു പറയുന്നുമുണ്ട്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും വെള്ളാപ്പള്ളി നടേശനും മുന്നോട്ട് വെക്കുന്ന നിലപാടുകൾ രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിലുള്ളതാണ്. ഒരാൾ തങ്ങളുടെ സമുദായം മറ്റൊന്നിനെയും കവർന്നെടുക്കുന്നില്ലെന്ന് പ്രതിരോധിക്കുമ്പോൾ മറ്റൊരാൾ തങ്ങളുടെ വിഭാഗം ആക്രമിക്കപ്പെടുന്നുവെന്നും അവഗണിക്കപ്പെടുന്നുവെന്നും അവകാശപ്പെടുന്നു. യഥാർത്ഥത്തിൽ കേരളത്തിന് വേണ്ടുന്ന ആനുകൂല്യങ്ങളുടെ പങ്കുവയ്ക്കലിലെ തുല്യതയെക്കുറിച്ചുള്ള തുറന്ന ചർച്ചയാണ്. അത് ആരോപണങ്ങളിലൂടെയോ വിദ്വേഷ പ്രചാരണങ്ങളിലൂടെയോ അല്ല നിർവഹിക്കപ്പെടുന്നത്. മറിച്ച് കൃത്യമായ സാമൂഹിക സർവേകളിലൂടെയും കണക്കുകൂട്ടലുകളിലൂടെയുമാണ്. ജനാധിപത്യം എന്നത് ഭൂരിപക്ഷത്തിന്റെ ആധിപത്യമല്ല, മറിച്ച് ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങൾ കൂടി സംരക്ഷിക്കപ്പെടുന്ന നീതിപൂർവമായ വ്യവസ്ഥിതിയാണ്.
അതുകൊണ്ട് തന്നെ കാന്തപുരം സൂചിപ്പിച്ചതുപോലെ വിഭാഗീയ ചിന്തകളെ തള്ളിക്കളഞ്ഞും വെള്ളാപ്പള്ളി സൂചിപ്പിച്ചതുപോലെ മനുഷ്യവേദനകളെ തിരിച്ചറിഞ്ഞും മുന്നോട്ടു പോകാൻ കേരളത്തിന് സാധിക്കണം. വികസനവും സമാധാനവും കൈകോർത്ത് നിൽക്കുന്ന ഒരു കേരളത്തിനായി സമുദായ നേതാക്കൾ തമ്മിലുള്ള ആശയ സംവാദങ്ങൾ ക്രിയാത്മകമാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.